ഹായ്, ഞാൻ ഷിഫ്ലി സാലി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഫേസസ് ഓഫ് ഗ്യാസ്ട്രിക് ജ്യൂസ് സെക്രീഷൻ. സോ നമ്മളൊരു ഫുഡ് കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ദഹിക്കാൻ കുറേ സ്റ്റെപ്സിൽ കൂടിയാണ് പോകുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മൗത്തിൽ വെച്ച് സലൈവറി ഗ്ലാൻസ് സലൈവ സെക്രീറ്റ് ചെയ്ത് അതിനായിട്ട് മിക്സ് ആയി അങ്ങനെ കുറച്ച് ഡൈജഷൻ നടക്കും. പിന്നെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചവക്കുന്ന സമയത്ത് കുറെ മെക്കാനിക്കലായിട്ട് ഡൈജഷൻ നടത്തും. പിന്നെ നമ്മൾ ഡിഗ്ലൂട്ടേഷൻ ചെയ്ത് പിന്നെ അത് സ്റ്റൊമക്കിലെത്തുമ്പോൾ അവിടെ സെക്രീറ്റ് ചെയ്യുന്ന ജ്യൂസാണ് ഈ ഗ്യാസ്ട്രിക് ജ്യൂസ്. അപ്പൊ അത് ഏതൊക്കെ സമയത്താണ് നമ്മൾ വിചാരിക്കും ഫുഡ് എത്തുമ്പോൾ മാത്രമാണ് അങ്ങനെ സെക്രീറ്റ് ചെയ്യണമെന്ന്. പക്ഷെ അത് അങ്ങനെയല്ല. ഫുഡ് എത്തുന്നതിന്റെ മുന്നേ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്, ഫുഡ് എത്തിയതിന്റെ ശേഷം സെക്രീറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ ഫുഡ് എത്തിയിട്ട് കുറച്ച് പോയിട്ട് ഇൻഡസ്ട്രിയിൽ എത്തിയിട്ട് ഒരു ഇൻഡസ്ട്രിയൽ ഫേസ് ആയിട്ടും അത് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് 4 ഫേസിലാണ് ഈ ഗ്യാസ്ട്രിക് ജ്യൂസ് സെക്രീഷൻ നടക്കുന്നത്. അപ്പോൾ ആ 4 ഫേസ് ആണ് ഇന്റർഡൈജസ്റ്റീവ് ഫേസ് ഓർ ബേസൽ സെക്രീഷൻ, സെഫാലിക് ഓർ സൈക്കിക് ഫേസ്, ഗ്യാസ്ട്രിക് ഫേസ്, ദെൻ ഇൻഡസ്ട്രിയൽ ഫേസ്. അങ്ങനെ ഈ 4 ഫേസിനെ പറ്റിയിട്ട് നമ്മൾ വിശദമായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫേസ് ഇതേമാതിരി തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പൊ ഇത് പഠിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ ഒരു ഷോർട്ട് ടെസ്റ്റ് നമുക്ക് ഉറപ്പിക്കാം. അങ്ങനെ ഷോർട്ട് ടെസ്റ്റ് ചോദിച്ചാൽ തന്നെ ഈ 4 ഫേസ് എഴുതിയാൽ തന്നെ ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ ഓരോന്നിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. സോ ഫസ്റ്റ്ലി അബൌട്ട് ബേസൽ സെക്രീഷൻ. ബേസൽ സെക്രീഷൻ ആണ് ഞാൻ പറഞ്ഞത്. ഫുഡ് എത്തുന്നതിന്റെ മുന്നേ ഈ സെക്രീറ്റ് ചെയ്യുന്നതിനാണ് ഈ ബേസൽ സെക്രീഷൻ. ഇത് നമ്മൾ വേറൊരു പേരും പറഞ്ഞല്ലോ, ഇന്റർഡൈജസ്റ്റീവ് സെക്രീഷൻ. So it occurs in absence of environmental or gastrointestinal stimulation and total gastric secretion നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ വെറും 10% മാത്രമാണ് ഈ ബേസൽ സെക്രീഷൻ ഉള്ളത്. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ ഇറ്റ്സ് ഒക്കേഴ്സ് ബിറ്റ്വീൻ ദ മീൽസിന്റെ ഇടയിൽ, അതായത് ഒരു മീൽ കഴിഞ്ഞ് അടുത്ത മീൽ തുടങ്ങുന്നതിന്റെ മുന്നേ, അല്ലാന്നുണ്ടെങ്കിൽ മീലിന്റെ മുന്നേ, അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അതാണ് ഒക്കേഴ്സ് ബിറ്റ്വീൻ ദ മീൽസ്. ഇനി ഇത് സെക്രീറ്റ് ചെയ്യുന്നതാണെങ്കിലോ ഒരു സിർക്കാഡിയം റിതമായിട്ടാണ്. ഒരു മോർണിംഗിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് മിനിമം ആണ്, ആൻഡ് ഈവനിങ്ങിലാവുമ്പോൾ ഇത് മാക്സിമം ആണ്. അതാണ് ഇത് സിർക്കാഡിയൻ റിതം. ഈ വേർഡ് നമ്മൾ മെൻഷൻ ചെയ്താൽ നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടും. അതുകൊണ്ട് നമ്മൾ വേർഡ് പഠിച്ചേക്കണം, സിർക്കാഡിയൻ റിതം. അപ്പോൾ സിർക്കാഡിയൻ റിതത്തിലാണ് ഇത് സെക്രീറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് മിനിമം ഇൻ ദ മോർണിംഗ് ആൻഡ് മാക്സിമം ഇൻ ദ ഈവനിങ്. ആൻഡ് ഇറ്റ് ഈസ് ലെസ് ദാൻ 50 ml പെർ ഡേ. സെക്രീറ്റ് ചെയ്യുന്ന എമൗണ്ട് ആണ് ലെസ് ദാൻ 50 ml പെർ ഡേ. പിന്നെ ഈ എല്ലാ സെക്രീഷൻ നോക്കുകയാണെങ്കിലും ഇതിൽ മെയിൻ ആയിട്ടുള്ള കണ്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മ്യൂക്കസ്, പെപ്സിൻ ആൻഡ് HCl. ഈ ബേസൽ സെക്രീഷന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൽ മോർ മ്യൂക്കസും ലെസ് പെപ്സിൻ ആൻഡ് HCl ആണ് ഉണ്ടാവുക. ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ട് സ്ട്രെസ് വരികയാണ്, അതേമാതിരി നന്നായിട്ട് ഒരു സങ്കടം വരികയാണ്, അങ്ങനത്തെ സ്ട്രോങ് ഇമോഷൻസ് ഒക്കെ ഉള്ള സമയത്ത് ഈ ബേസൽ സെക്രീഷൻ 50 ml കൂടുതലാവും. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ ഇതിൽ മ്യൂക്കസും പെപ്സിനും HCl ആണ്. പക്ഷേ സാധാരണ അത് സെക്രീറ്റ് ചെയ്യുന്ന സമയത്ത് മോർ മ്യൂക്കസും ലെസ് പെപ്സിൻ ആൻഡ് HCl ആണ് ഉണ്ടാവുന്നത്. പക്ഷെ ഇങ്ങനത്തെ ഈ സ്ട്രോങ് ഇമോഷന്റെ സമയത്ത് ഈ HCl-ഉം പെപ്സിനും കൂടുകയാണ് ചെയ്യുക. പിന്നെ 50 ml കൂടും ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ സമയത്താണ് പെപ്റ്റിക് അൾസറുമായിട്ടുള്ള അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ട്രെസ് അൾസർ എന്നൊക്കെ പറയും. അപ്പോൾ അതാണ് ബേസൽ സെക്രീഷനെ പറ്റിയിട്ട് പറയാനുള്ളത്. അത് ചെറിയൊരു ഫേസ് ആണ് ബേസൽ സെക്രീഷൻ. പിന്നെ നെക്സ്റ്റ് ആണ് സെഫാലിക് ഫേസ്. സെഫാലിക് ഫേസ് ആണ് നമുക്ക് സൈറ്റ്, സ്മെല്ല്, തോട്ട്, ടേസ്റ്റ് ഓഫ് അപ്പറ്റൈറ്റിംഗ് ഫുഡ്, അതിനെ പറ്റിയൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ ഇതും ഫുഡ് വയറിലെത്തിയിട്ടില്ല അപ്പോൾ ഉള്ള ഫേസ് ആണ്. അപ്പൊ അതിന്റെ സൈറ്റ്, സ്മെല്ല്, തോട്ട്, ടേസ്റ്റ് ഓഫ് അപ്പറ്റൈറ്റിംഗ് ഫുഡ് ഉണ്ടാവുന്ന സമയത്തുള്ള ഒരു ഫേസ് ആണ് സെഫാലിക് ഫേസ്. ഇത് ഒക്കേഴ്സ് ഈവൻ ബിഫോർ ഫുഡ് എൻറ്റേഴ്സ് ദ സ്റ്റൊമക് ആൻഡ് ഇറ്റ് ഈസ് എ കണ്ടീഷണൽ റിഫ്ലക്സ്. അത് കണ്ടീഷണൽ റിഫ്ലക്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരാൾക്ക് ഒരു ബിരിയാണി ഇഷ്ടമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ബിരിയാണിനെ പറ്റി ആലോചിക്കുമ്പോൾ അതിന്റെ മണം എവിടെന്നെങ്കിലും പോണ വഴിക്ക് കേൾക്കുമ്പോൾ അപ്പോൾ ഒക്കെ നമുക്ക് ഇങ്ങനെ വയറിന്റെ ഉള്ളിൽ ഗ്യാസ്ട്രിക് ആസിഡ് ഇങ്ങനെ സെക്രീറ്റ് ചെയ്യും. പക്ഷെ അതൊരു ഇഷ്ടമില്ലാത്ത ഒരാൾക്കാണെങ്കിലോ, ഒരാൾക്ക് ബിരിയാണി ഇഷ്ടമില്ല, അപ്പൊ പിന്നെ അത് മണക്കുന്ന സമയത്ത് നമുക്ക് വലിയ ഇത് എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനമാണല്ലോ, അപ്പൊ നമുക്ക് വലിയ റിഫ്ലക്സ് ഒന്നും തോന്നില്ലല്ലോ. അതാണ് കണ്ടീഷൻ. ഒരു കണ്ടീഷൻ വരുമ്പോൾ അയാൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജ്യൂസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്, ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ സെക്രീറ്റ് ചെയ്യണില്ല. ദാറ്റ് ഈസ് കണ്ടീഷൻ റിഫ്ലക്സ്. അപ്പോൾ അങ്ങനെ സെക്രീറ്റ് ചെയ്യുന്നതാണ് ജ്യൂസ് സെക്രീറ്റ് ചെയ്യുന്നത് ഈ സെഫാലിക് ഫേസിലാണ്. ഇതൊരു കണ്ടീഷണൽ റിഫ്ലക്സ് ആണ്. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ഹൈ ആൻഡ് അപ്പറ്റൈറ്റ് ജ്യൂസ് ഓർ ഇഗ്നീഷ്യൻ ജ്യൂസ്. ആൻഡ് ടോട്ടൽ ഗ്യാസ്ട്രിക് സെക്രീഷൻ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് 20% ഓഫ് ടോട്ടൽ ഗ്യാസ്ട്രിക് സെക്രീഷൻ. ഇനി ഈ സെഫാലിക് ഫേസ് എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്ത ആളാണ് പാവ്ലോ. ആൻഡ് ഇറ്റ് ഈസ് മെത്തേഡാണ് ഷാം ഫീഡിങ്. ഷാം ഫീഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാൾസ് ഫീഡിങ് ഇൻ ഡോഗ്സ് ആണ്. അതായത് ഈസോഫാഗസ് നമ്മൾ ഇവിടെ ട്രാൻസ്വേഴ്സ്ലി കട്ട് ചെയ്തുകൊണ്ട് പുറത്തേക്ക് ട്യൂബ് ഇടും. പിന്നെ ഗ്യാസ്ട്രിക് ആസിഡ് കളക്ട് ചെയ്യാൻ വേണ്ടിങ്ങാണ്ട് ചുമക്കിന്റെ അവിടെ നമ്മളൊരു കത്തീറ്ററും ഇൻസ്റ്റാൾ ചെയ്യും. ഈ ഫിഗർ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും. അതിൽ മൗത്തിൽ കൂടെ നമ്മൾ ഫുഡ് എടുക്കുന്നുണ്ടെങ്കിലും വേറൊരു ട്യൂബിൽ ഇവിടെ നെക്കിന്റെ അവിടെ ഒരു ഹോൾ ഉണ്ടാവും, അതിൽ കൂടെ ഫുഡ് പുറത്തേക്ക് വരികയാണ് ചെയ്യുക. അപ്പോൾ ഡോഗിനെ സംബന്ധിച്ചിടത്തോളം ഡോഗ് ഫുഡ് കഴിച്ചിരിക്കണ്, അപ്പോൾ ഡോഗിന് സെൻസേഷൻ ഓഫ് ഫുൾനെസ് ഉണ്ടാവും. പക്ഷെ ചുമക്കിലാണെന്നുണ്ടെങ്കിൽ ഫുഡ് എത്തിയിട്ടുണ്ടാവില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുക, ഗ്യാസ്ട്രിക് ജ്യൂസ് അതേമാതിരി കളക്ട് ചെയ്യുക. ഡോഗിന്റെ ഒരു മനസ്സിൽ ഫുഡ് കഴിച്ചിട്ടുണ്ട്, അപ്പൊ നമ്മൾ ബ്രെയിൻ ഇൻഫർമേഷൻ കൊടുക്കുന്നത് ഫുഡ് കഴിക്കുന്നുണ്ട് എന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ
സ്റ്റൊമക്കിലാണെന്നുണ്ടെങ്കിൽ റിഫ്ലക്സ് നടക്കുകയും ചെയ്യും, ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീറ്റ് ചെയ്യുകയും ചെയ്യും. അത് എത്ര എമൗണ്ട് ഒക്കെ ഉണ്ട് നമ്മൾ കത്തീറ്റർ വഴി നമുക്ക് ഗ്യാസ്ട്രിക് ആസിഡ് എടുക്കുകയും ചെയ്യാം. സോ ബേസിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെഫാലിക് ഫേസ് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂറോണൽ റെഗുലേഷൻ ആണ് നടക്കുന്നത് അവിടെ. ഈ ന്യൂറോണൽ സിഗ്നൽസ് വരുന്നതാണെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ സെൻസസ് ഇൻ കോർട്ടെക്സ് ആൻഡ് അപ്പറ്റൈറ്റ് സെന്റേഴ്സ് ഫ്രം അമിഗ്ഡാല ആൻഡ് ഹൈപ്പോതലാമസ്, ഈ സംഭവങ്ങളൊക്കെയാണ് അതിനെ നിയന്ത്രിക്കുന്നത്. ഇവിടുന്ന് സെൻസസ് വന്നതിന് ശേഷം നേരെ ഈ ഡോസൽ മോട്ടോർ ന്യൂക്ലിയസ് ഓഫ് വാഗസിലാണ് എത്തുന്നത്. ഈ വാഗസ് എന്നാണ് പിന്നെ ഇഫറൻറ്റ് ഫ്രം വാഗസ് ആണ് പിന്നെ ഈ ന്യൂറോണൽ കൺട്രോളൊക്കെ ബാക്കി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇത് ന്യൂറോണൽ കൺട്രോൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ദിസ് ക്യാൻ ബി അബോളിഷ്ഡ് ബൈ വാഗോട്ടോമി ഓർ പാരാസിമ്പത്തോലൈറ്റിക് ഡ്രഗ്സ് ലൈക്ക് അട്രോപ്പി. സോ these vagal efferents increase gastric acid and pepsinogen by mainly two mechanisms: directly stimulating the oxyntic glands and indirectly by increasing the release of gastrin from G cells of pyloric glands. അങ്ങനെ രണ്ട് മെക്കാനിസം വഴിയാണ് ഈ വാഗൽ എഫറൻസ് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അങ്ങനെ ന്യൂറോണൽ കൺട്രോൾ ആണല്ലോ, അത് അങ്ങനെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. സോ ഇതാണ് സെഫാലിക് ഫേസ്. അപ്പോൾ രണ്ട് ഫേസ് ഇപ്പോൾ നമ്മൾ പഠിച്ചു. ഫസ്റ്റ് ഇന്റർഡൈജസ്റ്റീവ് ഫേസ് ഓർ ബേസിക് സെക്രീഷൻ, ദെൻ സെക്കൻഡ് അബൌട്ട് സെഫാലിക് ഫേസ്. ഇനി അടുത്ത ഫേസ് ആണ് ഗ്യാസ്ട്രിക് ഫേസ്. ഇതാണ് ഫുഡ് സ്റ്റൊമക്കിൽ എൻട്രി ചെയ്തതിന്റെ ശേഷം വരുന്ന ഒരു ഫേസ് ആണ് ഗ്യാസ്ട്രിക് ഫേസ്. സോ ആഫ്റ്റർ ദ ഫുഡ് എൻട്രി ഇൻ ടു ദ സ്റ്റൊമക്, ആസ് ലോങ് ആസ് ദ ഫുഡ് റിമൈൻസ് ഇൻ ദ സ്റ്റൊമക്, ഈ ഗ്യാസ്ട്രിക് സെക്രീഷൻ നടന്നുകൊണ്ടേയിരിക്കും. ആൻഡ് ഇതാണ് മെയിൻ ആയിട്ടുള്ള സെക്രീഷൻ. ഇറ്റ് ഈസ് അബൌട്ട് 70% ഓഫ് ദ ടോട്ടൽ ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ ആൻഡ് അബൌട്ട് 500 to 800 ml per day. മെയിൻലി രണ്ട് മെക്കാനിസം ആണുള്ളത് ഇതിന്, ന്യൂറൽ മെക്കാനിസം ആൻഡ് ഹോർമോണൽ മെക്കാനിസം. ന്യൂറോണൽ മെക്കാനിസം ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ബൾക്ക് ഓഫ് ദ ഫുഡ് കംസ് ആൻഡ് ഡിസ്റ്റൻഷൻ ഓഫ് ദ സ്റ്റൊമക് അപ്പിയേഴ്സ്, ദെൻ ഇറ്റ് സ്റ്റിമുലേറ്റ് ദ സ്ട്രെച്ച് റിസെപ്റ്റേഴ്സ് ആൻഡ് ഇൻക്രീസസ് ദ ഗ്യാസ്ട്രിക് സെക്രീഷൻ ബൈ ടു മെക്കാനിസംസ്, ദാറ്റ് ഈസ് ഷോർട്ട് intramural or local entry reflex or long vagovagal reflex. ഇനി അതിൽ ഷോർട്ട് റിഫ്ലക്സ് എന്താണെന്ന്, അത് ഈ റിഫ്ലക്സ് ഒക്കെ ഉള്ളത് ഇതിന്റെ റിഫ്ലക്സ് ആർക്ക് ഈസ് പ്രസന്റ് മെയിൻലി ഇൻ ദ ഗ്യാസ്ട്രിക് വാൾ and fibers from the receptors reaches the Meissner's or Orbach's plexus. Then it is synapsed in the ganglion cells in the plexus and postsynaptic fibers innervate chief cells, mucous cells, parietal cells, G cells. ഇതൊക്കെയാണല്ലോ ഈ സെക്രീഷൻ നടത്തുന്നത്, ഈ സെൽസുകളൊക്കെ. And finally these fibers innervate these cells and increases the gastric secretion. അങ്ങനെയാണ് ഷോർട്ട് റിഫ്ലക്സ് നടക്കുന്നത്. ഇനി ലോങ് വാഗോവാഗൽ റിഫ്ലക്സ് ആണെന്നുണ്ടെങ്കിൽ ഫ്രം ദ റിസെപ്റ്റേഴ്സ് ദ ഇമ്പൾസസ് റീച്ചസ് ദ ബ്രെയിൻ സ്റ്റം. And from the brainstem, efferent fibers also pass through the vagus nerve to reach the ganglion cells of the enteric nervous system. എന്നിട്ട് that postganglionic fibers innervate different cells of gastric tracts and increases the gastric juice secretion. അങ്ങനെ രണ്ട് മെക്കാനിസം ആണുള്ളത്, ഷോർട്ട് റിഫ്ലക്സും ലോങ് വാഗോവാഗൽ റിഫ്ലക്സും. അതാണ് ഈ കൺട്രോളിലുള്ളത്, ന്യൂറൽ കൺട്രോൾ മെക്കാനിസത്തിലാണ് അതുള്ളത്. ഇനി അടുത്തതായി പറയാൻ പോകുന്നത് ഹോർമോണൽ ഓർ കെമിക്കൽ റെഗുലേഷൻ. ഇതൊക്കെ ഉള്ളത് ഗ്യാസ്ട്രിക് ഫേസിലാണ് കേട്ടോ. ഗ്യാസ്ട്രിക് ഫേസിലുള്ള രണ്ട് മെക്കാനിസമാണ് ന്യൂറോണലും ഹോർമോണലും. ന്യൂറോണലുള്ളതാണ് ഷോർട്ട് റിഫ്ലക്സും ലോങ് വാഗോവാഗൽ റിഫ്ലക്സും. ഇനി അതിലത്തെ ഹോർമോണൽ ഓർ കെമിക്കൽ റെഗുലേഷൻ ആണ് പറയാൻ പോകുന്നത്. ഹോർമോണൽ ഓർ കെമിക്കൽ റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റിമുലസ്, അതിന് ഈ ഒരു മെക്കാനിസത്തിന് സ്റ്റിമുലസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് കെമിക്കൽ സബ്സ്റ്റൻസ് പ്രസന്റ് ഇൻ പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡ് ലൈക്ക് അമിനോ ആസിഡ്, പോളിപെപ്റ്റൈഡ്സ് എക്സെട്ര. ആൻഡ് മെക്കാനിക്കൽ ഡിസ്റ്റൻഷൻ ഓഫ് പൈലോറിക് ആൻഡ്രം ബൈ ദ ഫുഡും ഈ ഇതിന് സ്റ്റിമുലസ് ആയിട്ട് നിൽക്കും. ഇനി ഈ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻലി മീഡിയേറ്റഡ് ബൈ ദ ഗ്യാസ്ട്രിൻ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ജി സെൽസ്. ഇറ്റ് എൻറ്റേഴ്സ് ദ സർക്കുലേഷൻ ആൻഡ് ഇൻഫ്ലുവൻസ് സെക്രീഷൻ ഓഫ് ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ്. ദെൻ ഇത് ഗ്യാസ്ട്രിൻ ആണല്ലോ മെയിൻ ആയിട്ട് റെഗുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഗ്യാസ്ട്രിൻ നമുക്ക് ഒഴിവാക്കിയാൽ തന്നെ ഇതിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. സോ ഇത് ബ്ലോക്ക് ചെയ്യുന്നത് ലോക്കൽ എഫക്ട്സ് ഓഫ് ഗ്യാസ്ട്രിന് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ലോക്കൽ അനസ്തെറ്റിക് കൊക്കൈനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി റിഫ്ലക്സ് വഴി ഗ്യാസ്ട്രിൻ ആണ്, അതാണ് നമുക്ക് ബ്ലോക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഹെക്സാമെത്തോണിയം എന്ന് പറഞ്ഞിട്ടുള്ള ഗാംഗ്ലിയോൺ ബ്ലോക്കിംഗ് ഏജൻസ് ആണ് നമ്മൾ കൊടുക്കാറുള്ളത്. പിന്നെ സൊമാറ്റോസ്റ്റാറ്റിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടന്റ് ഇൻഹിബിറ്റർ ഓഫ് ഗ്യാസ്ട്രിൻ സെക്രീഷൻ ആണ്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ്ട്രിൻ എന്ന് പറഞ്ഞാൽ മെയിൻ ഘടകത്തിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫേസ് മൊത്തം നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. ഇനി ഈ ഒരു ടാബിൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഗ്യാസ്ട്രിൻ എപ്പോഴൊക്കെയാണ് ഇൻക്രീസ് ചെയ്യുക, ഡിക്രീസ് ചെയ്യുക. അപ്പൊ ഗ്യാസ്ട്രിൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഫേസ് ലോങ് ആയി പോകും, ഗ്യാസ്ട്രിൻ ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഫേസ് ഇല്ലാതായി പോകും. സോ ഇൻക്രീസ് ചെയ്യുന്നത് പ്രസൻസ് ഓഫ് അമിനോ ആസിഡ് പെപ്റ്റൈഡ്സ് ലൈക്ക് കാൽഷ്യം എക്സെട്ര ഇൻ ഗ്യാസ്ട്രിക് ലൂമൻ. ദെൻ ഷോർട്ട് ആൻഡ് ലോങ് റിഫ്ലക്സസ്, കാറ്റെക്കോളമൈൻസ്, GRP and IV calcium and achlorhydria. And it decreases in conditions like somatostatin, some prostaglandins like PGE, vagotomy, hyperglycemia, secretin, GIP, VIP, calcitonin and hyperchlorhydria due to negative feedback inhibition. അങ്ങനെ അപ്പോൾ അത് ചെയ്തു.
പിന്നെ ഇനി ലാസ്റ്റ് ഫേസ് ആണ് ഇൻറ്റെസ്റ്റിനൽ ഫേസ്. ഇതിന്റെ സ്റ്റിമുലസും ഏകദേശം ഗ്യാസ്ട്രിക് ഫേസിന്റെ മാതിരി തന്നെ പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡും മെക്കാനിക്കൽ ഡിസ്റ്റൻഷനും. അവിടെ നമ്മൾ പറഞ്ഞിരുന്നത് ഇത് രണ്ടും ഇൻ സ്റ്റൊമക്കാണ്. പക്ഷെ ഇൻറ്റെസ്റ്റിനൽ ഫേസിൽ പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡ് ആൻഡ് മെക്കാനിക്കൽ ഡിസ്റ്റൻഷൻ ഒക്കേഴ്സ് ഇൻ ഇൻറ്റെസ്റ്റൈൻ. ആൻഡ് അതും ഗ്യാസ്ട്രിൻ തന്നെയാണ്, പക്ഷെ ഇൻറ്റെസ്റ്റിനൽ ഗ്യാസ്ട്രിൻ വഴിയാണ് ഇത് മീഡിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ സെക്രേറ്റഡ് ബൈ ദ ജി സെൽസ് ഇൻ മ്യൂക്കോസ് ഓഫ് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ. ദെൻ ഇനി മറ്റേത് പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഗ്യാസ്ട്രിക് ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 70% ഓഫ് ടോട്ടൽ ഗ്യാസ്ട്രിക് സെക്രീഷൻ ആണ്. പക്ഷെ ഇൻറ്റെസ്റ്റിനൽ ഫേസ് ഓൺലി 10%. മറ്റേ ആദ്യത്തെ 2 ഫേസില്ലേ, ബേസൽ സെക്രീഷനും സെഫാലിക്കും, അതിനേക്കാൾ കുറവാണ്. അതും 10% തന്നെയാണ് നമ്മൾ പറയുന്നത്, പക്ഷെ അതിനേക്കാൾ കുറവാണ് ഈ ഇൻറ്റെസ്റ്റിനൽ ഫേസ്. ഇനി ഇൻറ്റെസ്റ്റിനൽ ഫേസിന് മെയിൻ ആയിട്ടുള്ള സെക്രീറ്റഗോഗ്സ് പറഞ്ഞാൽ സെക്രീഷന് വേണ്ടി സഹായിക്കുന്നത് മെയിൻലി തന്നെ പെപ്റ്റൈഡ്സ്, അമിനോ ആസിഡ്സ് ലൈക്ക് മെയിൻലി ഫിനൈലലാനിൻ ആൻഡ് ട്രിപ്റ്റോഫൻ. ദെൻ factors that inhibit gastric juice secretion in intestinal phase. Too much acidity of gastric acid. ഈ ടൂ മച്ച് അസിഡിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് മീഡിയേറ്റഡ് ബൈ സെക്രേറ്റഡ് ഫ്രം എസ് സെൽസ് ഓഫ് ഡ്യൂഡിനൽ മ്യൂക്കോസ. ഇതൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗ്യാസ്ട്രിക് ജ്യൂസിന്റെ അളവ് കുറയും. പിന്നെ ടൂ മച്ച് ഫാറ്റ് ഇൻ ഗ്യാസ്ട്രിക് ആൻഡ് പിന്നെ ഹ്യൂമറൽ ആജൻസ് ഫ്രം സ്മോൾ ഇൻറ്റെസ്റ്റൈൻസ് കാൾഡ് എൻഡ്രോഗാസ്ട്രോൺസ്. അതിന്റെ എക്സാമ്പിൾ ആണ് GIP, VIP, CCK, PZ, ന്യൂറോടെൻസിൻ, ഗ്ലൂക്കോഗൺ, പെപ്റ്റിഡ് YY. ഇനി ഇതൊന്നും നമുക്ക് ഓർമ്മയില്ല എന്നുണ്ടെങ്കിലും ഈ ന്യൂറോടെൻസിൻ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് വെക്കണം. ഇതൊരു മെയിൻ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിന്റെ എക്സാമ്പിൾ ഉണ്ട് ഹ്യൂമറൽ ആൻജൻസ് എൻഡ്രോഗാസ്ട്രോൺസിന് എക്സാമ്പിൾ ഉണ്ട് ന്യൂറോടെൻസിൻ എഴുതിച്ചാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പൊ ന്യൂറോടെൻസിൻ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർമ്മിച്ചേക്കണം. സോ ദാറ്റ്സ് അബൌട്ട് ദ 4 phases. ഇനി എക്സാമിന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫേസിൽ തന്നെ ഇനി കുറെ അസുഖങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഹൈപ്പോ സെക്രീഷൻ ഉണ്ടാവാം, ഹൈപ്പർ സെക്രീഷൻ ഉണ്ടാവും. അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ മാർക്ക് കിട്ടും സ്വാഭാവികം. പക്ഷെ ഈ ഫേസസ് എന്തായാലും നിർബന്ധമായിട്ട് എഴുതി വെക്കണം. ദാറ്റ്സ് ഓൾ അബൌട്ട് ദി സെക്ഷൻ. താങ്ക് യു. ഇനി അടുത്തതായി പറയാൻ പോകുന്നത്